ഒരു പരിധി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആവേശമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് മാനസികമായിട്ടൊരു അടുപ്പം തന്നെയാണ് അവർ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം ഇവിടെ ആ രീതിയില്ല. അതായത് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം MDMA ഒക്കെ അടിച്ച് നടക്കുന്നവരാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ഫാന്റസിയുടെ പുറകെ പോകുന്ന, അതെ, അത് ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങനെ ചിന്തിക്കപ്പെടുന്ന ഒരു തലമുറയും കൂടി ഉണ്ട് ഇതിന്റെ കൂടെ. നമ്മൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെണ്ണ് കിട്ടുന്നുണ്ട്, ബാക്കിയുള്ള ഒരു വിഭാഗം ആൾക്കാർക്കൊന്നും ഈ പറഞ്ഞ. പക്ഷെ അങ്ങനെയുള്ള പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര പേരുടെ ജീവിതം സക്സസ് ആവുന്നുണ്ട്? അപ്പം പലയിടത്തും കണ്ടിട്ടില്ലേ, വീട്ടിൽ കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് സമാധാനമില്ല, അങ്ങനെ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ പ്രശ്നങ്ങളാണ്. അവിടെ പെണ്ണുങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം പണ്ട് നമ്മുടെ വീട്ടുകാർ പറയായിരുന്നു, നീ ചൂസ് ചെയ്ത് പോകുന്ന ബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ അതിനകത്തിൽ ഇടപെടില്ല എന്ന് പണ്ട് കാരണന്മാർ പറയായിരുന്നു. അപ്പം ആ ഒരു ഇതായിരിക്കാം ഇപ്പോഴത്തെ പെൺപിള്ളേർ സ്നേഹിച്ച് കല്യാണം കഴിക്കാമെന്ന് ഭൂരിഭാഗം പിള്ളേരും. അവരിപ്പോൾ കോളേജിൽ പഠിക്കുന്നു, അല്ലെ അവരുടെ കൂട്ടത്തിലുള്ള പയ്യൻ, അല്ലെ ജോലി സ്ഥലത്ത് അവരുടെ കൂട്ടത്തിലുള്ള പയ്യൻ, അവരെങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ ചിലപ്പം ഏത് രീതിയിലുള്ള കാറ്റഗറി ആയിരിക്കും, ചിലപ്പോൾ ചില മാനറിസംസ് കൊണ്ടായിരിക്കും അവർക്ക് ആ പയ്യനെ ഇഷ്ടപ്പെടുന്നത്. ഇത് കൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ പോയി ജീവിക്കാൻ പറ്റുമോ? അവൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വേണം ഒരു പുരുഷനെ സ്നേഹിക്കാൻ. അല്ലെ അവർക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ എങ്ങനെ കഴിയണം, അല്ലെങ്കിൽ അവനെങ്ങനെ സമാധാനം. നമുക്ക് ഏറ്റവും മുഖ്യ സമാധാനമാണ്. പൈസക്കാരിൽ സമാധാനം, പിന്നെ നമ്മുടെ ശാരീരിക ബന്ധം, ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും മുഖ്യത്വം കൊടുക്കുക. ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതാണോ എന്ന് ആദ്യം പെണ്ണുങ്ങൾ നോക്കേണ്ടത്. എന്നിട്ട് വേണം ഒരു പുരുഷനെ കല്യാണം കഴിക്കാനും സ്നേഹിക്കാനും അവൻ്റെ കൂടെ പോയി. എന്താ പറയുക, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ പെൺപിള്ളേരെല്ലാം അമേരിക്കൻ സ്റ്റൈലാണല്ലോ കേരളത്തിൽ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചിന്തിക്കണം.